ഞാൻ എന്തായാലും സ്റ്റാൻഡപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ സ്റ്റാൻഡപ്പിന്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്നത് അച്ഛനമ്മ, അച്ഛൻ, അമ്മൂമ്മ, ഒരു ഗുണമില്ലാത്ത അമ്മാവന്മാർ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ അവസരത്തിൽ എൻ്റെ ഒരു മാമനെ സ്മരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ. ഈ അവളുടെ രാവുകൾ കണ്ടിട്ട് ഉറക്കം ഉളച്ച് നിന്നിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് പണ്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് എൻ്റെ മാമൻ. മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ രൂപം കൊണ്ടായാലും സ്വഭാവം കൊണ്ടായാലും നമ്മുടെ കുംഭകർണേട്ടൻ്റെ ഒരു മിനി വേർഷൻ. ഇരുന്നുറങ്ങും, നിന്നുറങ്ങും, നടന്നുറങ്ങും, വേണ്ടി വന്നാൽ കിടന്നും ഉറങ്ങും. ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി ഗൾഫിലുണ്ടായിരുന്ന ജോലി പോയ സമയത്ത് അറബി പറഞ്ഞത് ഇത്ര മാത്രമാണ്: പൊന്നുമോനെ, നീ നാട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ, സാലറി അക്കൗണ്ടിലോട്ട് ഇട്ടേക്കാന്ന്. 10 കൊല്ലം കഴിഞ്ഞിട്ടും ജോലി പോയതല്ല, സാലറി വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കണ ഒരു മണ്ടൻ. അതിന്റെ ഇടയിൽ 2 വർഷം മുന്നേ നൈസായിട്ട് ഒന്ന് ബോറടിച്ചപ്പോ കോട്ടപ്പുറം പാലത്തിന്റെ മുകളിൽ ജസ്റ്റ് ഫോർ എ രസം എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിടാൻ പോയി. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ സ്വാഭാവികം ആൾ ഉറങ്ങിപ്പോയി. നേരെ അൽച്ചും കെട്ടി പുഴയിലോട്ട് വീണ്. അവിടെ കിടന്നിട്ടും ആൾക്കൊരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ഞങ്ങള് കോട്ടപ്പുറത്തിന്റെ അരികത്ത് താമസിക്കുന്ന നിവാസികൾക്ക് മാസത്തിൽ 2 ഡെഡ് ബോഡി മസ്റ്റാ. അതുകൊണ്ട് തന്നെ പോലീസുകാരെ വിവരം അറിയിച്ച് പോലീസുകാരൊക്കെ വന്ന്, ആംബുലൻസ് ഒക്കെ വന്ന്. കൊളവാഴ വന്ന് മൂടിയതുകൊണ്ട് ആദ്യം ആളാരാണെന്ന് മനസ്സിലായില്ല. പോലീസുകാർ വന്ന് മുഖമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോ അത് മാമനായിരുന്നു. സ്ട്രക്ചറിലേക്ക് എടുത്തു വെച്ച് ആംബുലൻസിലേക്ക് കയറ്റണേന് മുന്നായിട്ട് എന്തോ ഭാഗ്യം ആളെണീച്ചു. അപ്പൊ അതിനു മുന്നേ വീട്ടിലെ ടർപ്പായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ വെളിവില്ലാത്ത നാട്ടുകാരിൽ ചിലര് മാമൻ എന്തോ ഭയങ്കര ഈ യോഗ പഠിക്കണവര് വെള്ളത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങില്ലേ, ആ പരിപാടി ചെയ്താണെന്ന് പറഞ്ഞിട്ട് കുറെ പിള്ളേരെ കൊണ്ടുവന്ന് അങ്ങോട്ട് ദക്ഷിണ വെപ്പിച്ച്. അതുകൊണ്ടൊരു ഭാഗ്യം ഉണ്ടായി. ആംബുലൻസുകാർക്ക് കൊടുക്കാൻ വേണ്ടി പൈസ വേറെ അവിടെ നിന്നും തെണ്ടണ്ടി വന്നില്ല. അതുകൊണ്ട് ഇപ്പൊ പുള്ളി നാട്ടിൽ അറിയപ്പെടുന്ന ഒരു യോഗാഭ്യാസിയാണ്. പിന്നെ പുള്ളിയുടെ അഭ്യാസമൊക്കെ ഞങ്ങൾ കുഞ്ഞുനാളിലേ തുടങ്ങി കാണുന്നതല്ലേ. നമ്മുടെയൊക്കെ തറവാട് വീടായിരുന്നിട്ടാ. അപ്പൊ ആ ടൈമില് എല്ലാവരും ഹാളില് ഇങ്ങനെ കൂട്ടം കൂടിയേ കിടന്നുറങ്ങുള്ളൂ. ആകെ ഒരൊറ്റ ഫാൻ ഉണ്ടാവും. അത് കറങ്ങിയാ പറയാ കറങ്ങിന്ന്. പിന്നെ മാമനല്ലേ, മാമൻ ഒരു കട്ടിലൊക്കെ സ്വന്തമായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ദിവസം ചൂടെടുത്ത് കിടക്കണ സമയത്ത് പതിവില്ലാണ്ട് ഭയങ്കര കാറ്റ്, അതും അടിയിൽക്കൂടി. സുഖമായിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചെങ്കിലും എന്നാലും ഒരു ക്യൂരിയോസിറ്റി, എന്താണ് ഈ കാറ്റ്? നൈസായിട്ട് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ ഈ പുള്ളിക്കാരൻ എന്തോ സ്വപ്നം കണ്ട് കമന്നടിച്ച് വീണിട്ട് വിഷിച്ചക്രം കിടന്ന് കറങ്ങണമാരിങ്ങനെ കറക്കം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ പുള്ളി എന്താ കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. വേറൊന്നുമല്ല, ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ രമണൻ ചേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന്. അതിനു മുന്നേ എനിക്ക് വേറൊരു കാര്യം പറയേണ്ടി വരും. ഈ പണ്ട് കാലങ്ങളിൽ പ്രേമം, കുഞ്ഞി അത്സിത ഉത്സിത പ്രവൃത്തികൾ, അവിഹിതങ്ങൾ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോണിൽ വിളിച്ചിട്ട് മോളൂസേ ഇങ്ങുവ എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല. ചെറിയ വിസിലടി, കയ്യടി, ചൂളംവിളി, ഈ വക പരിപാടി കൊണ്ടായിരുന്നു. അപ്പൊ ഈ രമണൻ ചേട്ടൻ കെട്ടിക്കൊണ്ടുവന്ന ചേച്ചിക്ക് ഈ വിസിലടി കേട്ട അവിടെ ചെന്നിരിക്കുന്ന ചെറിയൊരു ചാബല്യം ഉണ്ടായിരുന്നു. അവിടെ ഫസ്റ്റ് നൈറ്റ് തുടങ്ങി. ജസ്റ്റ് കലാപരിപാടികൾ ആരംഭിക്കുന്നതിന് മുന്നായിട്ട് ഇവിടെ മാമൻ വിസിലടി തുടങ്ങി. ചേച്ചിയാണെങ്കിലോ വന്ന് ഞങ്ങളുടെ പെരക്കാത്തിരുന്നു. പിന്നെ സ്നേഹമുള്ള ഞങ്ങളുടെ അച്ഛനോ മുന്നിൽ അവരെ പിടിച്ചങ്ങ് കെട്ടിച്ച്. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവര് മസിനഗുടി വഴി ഊട്ടിപ്പോയി. ഇതിപ്പോ വന്നതല്ല, എന്റെ മാമൻ പണ്ടേ വിട്ട കേസാ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നത് മാമൻ മാത്രം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിനേക്കാൾ നന്നായി വിസിലടിക്കാൻ അറിയാവുന്ന ആരോ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്ക് നല്ല ദാമ്പത്യം, പ്രേമം ഇതൊക്കെ കാണുന്നത് ചെറിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഇത്രേ. അതോടുകൂടി പുള്ളി ഉറക്കം എന്ന് പറയുന്ന പരിപാടി ഉപേക്ഷിച്ചു. എന്താണെന്നറിയോ വീഡിയോ? നമ്മുടെ കണ്ണിനുള്ളില് ഒരു പ്രത്യേക തരം സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന്. ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് പ്രത്യുൽപാദനം നടത്തണേന്ന്. ഇതറിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. മരിച്ചാൽ പോലും എന്റെ കണ്ണടച്ചു വെക്കരുതെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇനിയിപ്പോ മാമന്റെ പരിപാടി കഴിഞ്ഞു. ഇനി എന്റെ ടൂൾ നമ്പർ 2 ചങ്കത്തി കൂട്ടുകാരത്തി. അവള് അത്യാവശ്യം ചെറിയൊരു സെലിബ്രിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പലരും അവളുടെ അടുത്ത് വന്ന് സെൽഫി എടുക്കുമോ ചേച്ചി, ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു പാവം പയ്യൻ വന്ന് സെൽഫി ചോദിച്ചു. ഇവള് സെൽഫി എടുത്തു. ഇവള് അത്യാവശ്യം നല്ലേന്നല്ല, പണ്ടാറ് ഉറക്ക ഭ്രാന്തിയാ. പായ കണ്ടാ അവിടെ കിടന്നോളും. മറവിയുമുണ്ട്. വീട്ടിൽ വന്നിട്ട് ഇവള് സ്റ്റോറിയൊക്കെ ഇടാൻ മറന്നുപോയി. ചെക്കൻ രാത്രി മെസ്സേജ് അയച്ചു, ചേച്ചി സ്റ്റോറി ഇട്ടില്ല. അപ്പോൾ സ്റ്റോറി ഇടാൻ വേണ്ടി എന്തെങ്കിലും ക്യാപ്ഷൻ ഇടണമല്ല. നോക്കിക്കഴിഞ്ഞപ്പോ ചെക്കനും പച്ച ഇവളും പച്ച. ക്യാപ്ഷൻ ഇട്ട് ചെക്കൻ കയറി അങ്ങ് പച്ച പിടിച്ചെന്ന്. നേരെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഈ പച്ച ഇടാൻ മറന്നുപോയെന്ന് ചെക്കൻ കയറി അങ്ങ് പിടിച്ചെന്നായി.
ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അന്ന് തന്നെ പൂട്ടിയെന്നാണ് കേട്ടത്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലാന്ന് എഴുതിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനും അവളും കൂടെ റോട്ടിൽ കൂടെ നടന്നു പോണ സമയത്ത് കുറച്ച് ടീംസ് കൂടി നിന്നിട്ട് പറയണേ ദേ പോണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടിന്ന്. അത് അവിടെ നിന്നും പോയി. അങ്ങനെ ഈ ഉറക്ക കൂടുതലും ഉറക്ക കുറവുകളും ഇതൊക്കെ കാരണം പലർക്കും പല നഷ്ടങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വന്നിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ജംബു ബലാനി ബക്വാനി പദംതി വിമലേചലെ കവി കമ്പിത ശകാബ്യം ഗുളു ഗുളു ഗുളു. ഇതിന് പ്രത്യേകിച്ച് അർത്ഥവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഹരിസാറിന് അറിയാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Once upon a time